നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അമ്മയെ കൊന്നു, എനിക്കിനി അച്ഛനെയും കൂടി കൊല്ലണം. ലഹരിയുടെ വിഭ്രാന്തിയിൽ സ്വന്തം പെറ്റമ്മയുടെ കഴുത്തറുത്ത ശേഷം കൂസലില്ലാതെ പ്രതിയായിട്ടുള്ള സ്വന്തം മകൻ ക്രിസ്റ്റി എന്ന് പറയുന്ന യുവാവ് പറഞ്ഞ വാക്കുകൾ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് താന്നിക്കുന്നിലെ ഗ്രാമവാസികൾ. മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി അംഗമായ ഗീതമ്മയെ മകൻ ക്രിസ്റ്റി തന്നെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി സ്വമേധയെ വന്ന് സ്റ്റേഷനിൽ കീഴടങ്ങുമ്പോഴും കുറ്റബോധത്തിന്റെ യാതൊരു അംശവും ആ മുഖത്ത് കാണാനില്ലായിരുന്നു. വെറും 25 വയസ്സ് മാത്രം പ്രായമാണ് ഈ പ്രതിക്കുള്ളത് എന്നതുകൂടി ഓർക്കണം. അത്യന്തം ഭീതിജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊലപാതകത്തിന് ശേഷം ചോര പുരണ്ട വസ്ത്രങ്ങളുമായി സ്റ്റേഷനിലെത്തിയ ക്രിസ്റ്റിയുടെ മൊഴികളും അയൽവാസിയുടെ വെളിപ്പെടുത്തലുകളും ലഹരി ഒരു മനുഷ്യനെ എത്രത്തോളം മൃഗമാക്കുന്നു എന്നതിന്റെ തെളിവായി മാറുന്നു. വെള്ളിയാഴ്ച രാത്രി 10:30-യോടെയാണ് കൊളക്കാട് താന്നിക്കുന്നിലെ മണത്തിപ്പറമ്പിൽ തങ്കച്ചന്റെ ഭാര്യ ഗീതമ്മ ദാരുണമായി കൊല്ലപ്പെടുന്നത്. സ്വന്തം മകന്റെ കൈകൊണ്ട് തന്നെയാണ് ആ അമ്മയ്ക്ക് മരണമടയേണ്ടി വന്നത്. കൃത്യം നടത്തിയ ശേഷം ഒട്ടും ഭയമില്ലാതെ ചോര പുരണ്ട വസ്ത്രങ്ങളുമായി പുറത്തിറങ്ങിയ ക്രിസ്റ്റി അയൽവാസിയായ നിബിനോട് ലിഫ്റ്റ് ചോദിക്കുകയായിരുന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാമോ, ഞാൻ അമ്മയെ കൊന്നു എന്നാണ് ക്രിസ്റ്റി പറഞ്ഞത്. എന്നാൽ ആദ്യം അത് തമാശയാണെന്നാണ് നിബുൻ കരുതിയത്. എന്നാൽ ക്രിസ്റ്റിയുടെ കൈകളിലെ ചോരപ്പാടുകളും വസ്ത്രത്തിലെ ചോരമണവും കണ്ട് നിബുൻ നടങ്ങി. ഇത് വെറുതെ പറഞ്ഞതല്ല, ഒരു കൊലപാതകം തന്നെയാണ്. അതും സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ പ്രതിയാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് പിന്നീട് നിബുൻ തിരിച്ചറിഞ്ഞു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ യാത്രക്കിടയിൽ അച്ഛൻ തങ്കച്ചനെയും വകവരുത്തണമെന്നും തന്നെ ഇങ്ങനെയാക്കിയത് വീട്ടുകാരാണെന്നും ക്രിസ്റ്റി ആക്രോശിച്ചതായി നിബുൻ പോലീസിന് മൊഴി നൽകി. ബംഗളൂരിൽ BCA വിദ്യാർത്ഥിയായിരുന്ന ക്രിസ്റ്റി അവിടെ വെച്ചാണ് മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയായത്. ലഹരിയുടെ ഉപയോഗം കൂടിയതോടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. മകനെ ഈ നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഗീതമ്മയും കുടുംബവും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ ലഹരി വാങ്ങാൻ പണം ചോദിച്ചുള്ള തർക്കങ്ങൾ വീട്ടിൽ നിത്യസംഭവമായി. മകനെ നേരായ വഴിക്ക് നടത്താൻ അമ്മ നൽകിയ ഉപദേശങ്ങൾ ക്രിസ്റ്റിക്ക് തീരാ പകയായി മാറുകയായിരുന്നു. നാട്ടുകാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവളായിരുന്നു ഗീതമ്മ. കുടുംബത്തിന് താങ്ങായി മൊണാലിസ എന്ന പേരിൽ ബ്യൂട്ടി പാർലറും തയ്യൽ കേന്ദ്രവും നടത്തി വന്ന അവർ ഏക മകനെ നല്ല നിലയിലെത്തിക്കാൻ കാണാത്ത വഴിപാടുകളില്ല. മകളെ വിവാഹം കഴിപ്പിച്ചു വിട്ട ശേഷം ക്രിസ്റ്റിയെ മാറ്റിയെടുക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു ആ അമ്മ. എന്നാൽ അമ്മയുടെ ആ സ്നേഹവും കരുതലും ഒടുവിൽ ചോരയിൽ മുങ്ങി അവസാനിച്ചു. കൊലപാതകം നടക്കുമ്പോൾ ഗീതമ്മയുടെ ഭർത്താവ് തങ്കച്ചൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്ന ഗീതമ്മയെ കിടപ്പുമുറിയിൽ വെച്ചാണ് ക്രിസ്റ്റി കഴുത്തറുത്തത്. യാതൊരു ഭാവമാറ്റവുമില്ലാതെയാണ് ക്രിസ്റ്റി കേളകം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പേരാറൂർ DYSP ചന്ദ്രമോഹൻ, കേളകം SHO ഇതിഹാസ് താഹ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം ക്രിസ്റ്റിക്ക് മേൽ എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. ലഹരി മൂത്തപ്പോഴുണ്ടായ വിഭ്രാന്തിയിലാണോ അതോ വ്യക്തമായ ആസൂത്രണത്തോടെയാണോ കൊലപാതകം എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വീട്ടിൽ ഇരുവരും തമ്മിൽ പതിവായ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പരിസരവാസികളെല്ലാം പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും വീട്ടിൽ നിന്ന് പതിവ് പോലെ ബഹളമുണ്ടായിരുന്നു. സ്ഥിരമുണ്ടാകുന്നതിനാൽ അയൽവാസികൾ ആരും തന്നെ ഇതത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. ഏറെ നേരം ബഹളത്തിനൊടുവിലാണ് ക്രിസ്റ്റി വീടിനകത്തുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഗീതമ്മയുടെ കഴുത്തിൽ ആഴത്തിൽ കുത്തിക്കൊലപ്പെടുത്തിയത്. ജീവിതം പോലും വഴിതെറ്റിക്കുന്ന ലഹരി വസ്തുക്കളെ കുറിച്ച് യുവജനങ്ങൾക്ക് വേണ്ടത്ര അറിവില്ല എന്നതാണ് വൻതോതിലുള്ള ലഹരി ഉപയോഗത്തിന്റെ യഥാർത്ഥ കാരണം. ഇവിടെ ആ വീട്ടിൽ ഇപ്പോൾ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ 2 കൊലപാതകങ്ങൾ ആ വീട്ടിൽ നടക്കേണ്ടിയിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കേവലം ഒരു വിനോദത്തിന് വേണ്ടി ആരംഭിക്കുന്ന പല ശീലങ്ങളും പിന്നീട് ഒഴിവാക്കാനാവാത്ത ലഹരിയോടുള്ള അടിമത്തമായി മാറുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരിക്കലും പിന്മാറാൻ സാധിക്കാതെ ലഹരിയുടെ മത്ത് പിടിപ്പിക്കുന്ന ലോകത്തേക്ക് അവർ വീണുപോകുന്നു. ഹഷിഷ്, കഞ്ചാവ്, ഹെറോയിൻ, കറുപ്പ്, കൊക്കൈൻ തുടങ്ങിയവ അനധികൃത മയക്കുമരുന്നുകളാണ്. ഇവ മനുഷ്യന്റെ കൊലയാളികളാണ്. രോഗശമനത്തിനായുള്ള ചില മരുന്നുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതും ശരീരത്തിന് ഗുണകരമല്ല. മയക്കുമരുന്ന് ഉപയോഗം ക്യാമ്പസുകളിലും സ്കൂളുകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഓരോ വർഷവുമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടി ലഹരിക്ക് അടിമയായിട്ടുണ്ട് എന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടണം. വഴക്ക് പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തി
ഭീഷണിപ്പെടുത്തിയോ ദേഹോപദ്രവം ഏൽപ്പിച്ചോ പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. കൗമാരക്കാരെ ആകർഷിക്കുന്ന ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെയും നാഡീ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ദുഃഖങ്ങൾ മറക്കാനും സന്തോഷത്തിനു വേണ്ടിയുമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതെന്നാണ് പല മയക്കുമരുന്ന് അടിമകളും പറയുന്നത്. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, സംശയരോഗങ്ങൾ, ആത്മഹത്യാ പ്രവണത എന്നിവയ്ക്ക് ലഹരി കാരണമാകുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ അടക്കം പറഞ്ഞിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളുടെ വർധനയുടെ പ്രധാന കാരണം ലഹരി ഉപയോഗമാണ്. ലഹരികൾ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒപ്പം സമൂഹത്തെയും ബാധിക്കുമ്പോഴാണ് പലരും ഗൗരവകരമായി ചിന്തിക്കാൻ തുടങ്ങുക. ശീലം മാറ്റിയെടുക്കാൻ അപ്പോഴേക്കും ഏറെ പ്രയാസപ്പെടേണ്ടി വരും. ലഹരി ഉപയോഗത്തിനെതിരെ ആളുകളിൽ പ്രചാരണം നടത്തുക എന്നത് മാത്രമല്ല, ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനവും കൂട്ടായ പ്രയത്നവുമാണ് വേണ്ടത്. മദ്യം, മയക്കുമരുന്ന്, പാൻ മസാല, പുകവലി എന്നിങ്ങനെ ഏതു തരം ലഹരിക്ക് അടിപ്പെട്ടവരും സ്വയം തീരുമാനമെടുത്ത് ഈ ശീലം നിർത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത്. കുടുംബാംഗങ്ങളോടും അടുത്ത സുഹൃത്തുക്കളോടും തന്റെ തീരുമാനം അറിയിച്ച് പിന്തുണ നേടാവുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് നിർത്താൻ സാധിക്കില്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം ക്രമേണ കുറച്ച് 1 മാസത്തിനുള്ളിലെങ്കിലും നിർത്താൻ ശ്രമിക്കുക. സ്വന്തം ശ്രമങ്ങൾ വേണ്ടത്ര വിജയിക്കുന്നില്ലെങ്കിൽ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രവുമായോ ഡോക്ടറുമായോ ബന്ധപ്പെടുക. ലഹരി വിമുക്ത ചികിത്സയ്ക്ക് പോയെന്ന് കരുതി സമൂഹം ദുർമാർഗിയാണെന്ന് വിധി എഴുതുമെന്ന ധാരണ ആദ്യം ഒഴിവാക്കണം. ലഹരി ഉപയോഗം നിർത്തുമ്പോഴുണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും ലഹരി വസ്തുക്കളുടെ തുടർന്നുള്ള ഉപയോഗം തടയാനുള്ള ചികിത്സയും ശാസ്ത്രീയമായി നടത്തേണ്ടതാണ്. കൂടാതെ സൈക്കോതെറാപ്പി, ബിഹേവിയർ തെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയ ചികിത്സകളും നൽകണം. കൗൺസിലിംഗിന് ഉപദേശമായി കാണരുത്. ശാസ്ത്രീയമായ കൗൺസിലിംഗ് നൽകുന്നയാളും കൗൺസിലിംഗ് സ്വീകരിക്കുന്നയാളും പരസ്പര ബഹുമാനത്തോടെ അറിവുകൾ പങ്കുവെക്കുകയും മുൻവിധികളില്ലാതെ അവയെ വിലയിരുത്തുകയും ചെയ്യുകയാണ് വേണ്ടത്. സഹതാപത്തിന് പകരം അനുതാപപൂർണമായ സമീപനമാണ് കൗൺസിലിംഗിൽ അവലംബിക്കുന്നത്. ഈ വഴികളിലൂടെയൊക്കെ തന്നെയാണ് ലഹരിക്ക് അടിമയായിട്ടുള്ള നമ്മുടെ യുവതലമുറയെ രക്ഷിക്കാനായിട്ട് സാധിക്കുക.